بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد، يا سيدي مددي سندي ويا عددي مؤيدي مددي عمدي على شددي مسيدي سددي عضدي بلا عددي، كن آخذا بيدي خجا معين الدين، كن آخذا بيدي خجا معين الدين، كن آخذا بيدي خجا معين الدين رضي الله عنه. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا نبي الله، الصلاة والسلام عليك يا سيدي يا خير خلق الله، خذ بيدي قلت حيلتي وأدركني يا رسول الله، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. وبهمزة القرار عم المصطفى أسد الإله وسيد الشهداء، وبهمزة القرار عم المصطفى أسد الإله وسيد الشهداء، وبهمزة القرار عم المصطفى أسد الإله وسيد الشهداء. ഒന്ന് കുടിച്ചോട്ടെ സംസം നിലാവേ, ഒന്നാ വിരലിൻ്റെ വെള്ളം തരാമോ, ഒന്ന് കുടിച്ചോട്ടെ സംസം നിലാവേ, ഒന്നാ വിരലിൻ്റെ വെള്ളം തരാമോ, കെട്ടിപ്പിടിച്ചോട്ടെ തോണിൽ ഹബീബേ, തട്ടിത്തെറിപ്പിക്കല്ലേ എൻ്റെ പൂവേ, പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാദം വിറ കൊണ്ട് പതറുന്നു താനേ, പാപിയാണേ ഞാൻ കരളിൻ്റെ കരളേ, പാപിയാണേ ഞാൻ കരളിൻ്റെ കരളേ, പാതി വഴി എന്നെ മടക്കല്ലേ തേനേ. فعليك حبي يا رسول الله من عند ذي الناس صلاة الله معها تحيته سلام الله، إجلال قدرك عاشقا تفخيما، صلوا عليه وسلموا تسليما.
അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ പ്രോഗ്രാമിന് വേണ്ടി ആദ്യമായി വിനീതിനെ ക്ഷണിച്ച പ്രിയപ്പെട്ട നമ്മുടെ ഇവിടുത്തെ KMCCയുടെ തുല്യതയില്ലാത്ത പ്രാർത്ഥന കൊണ്ടും ആത്മീയ സാരോപദേശങ്ങൾ കൊണ്ടും നമുക്ക് നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട നസറുൽ മഷ്ഹൂർ തങ്ങൾ അവർകൾ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇന്ന് വിടപറഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ ഇവിടുത്തെ മതകാര്യ വകുപ്പിൻ്റെ പ്രിയപ്പെട്ട ഇഖ്ബാൽ സാഹിബ് ഒരുപാട് ഈ പ്രോഗ്രാമിന് വേണ്ടി കൂടി നടക്കുകയും വോയിസുകൾ അയച്ചു തരികയും അതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുകയും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി അത്രമേൽ കഷ്ടപ്പെടുകയും ചെയ്ത പ്രിയപ്പെട്ട സ്നേഹിതൻ, അതുപോലെ തന്നെ സെക്രട്ടറി മുസ്തഫ സാഹിബ്, അതുപോലെ നമ്മുടെ പ്രൊഫസർ ഹാരിസ് സാഹിബ് തുടങ്ങി ഇവിടെ വീട് നമുക്ക് വേണ്ടിയിട്ട് അതിൻ്റെ തുടക്കം ഒരു ബറക്കത്തോടു കൂടിയാവട്ടെ എന്ന് വിചാരിച്ച് അഹങ്കാരത്തിൻ്റെ കണിക പോലും തൊട്ട് തീണ്ടാതെ വിനയത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും പര്യായമായി ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾക്ക് അത്രമേൽ സമർപ്പണ മനോഭാവത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്തഫ ഹംസ സാഹിബ്, അതിനുശേഷം പറഞ്ഞ പ്രിയപ്പെട്ട റഫീഖ് സാഹിബ്, അങ്ങനെ തുടങ്ങി ഫൈസി ഉസ്താദ് ഉൾപ്പെടെ ഖിറാഅത്ത് നടത്തിയ ഖാസിമി ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന പ്രിയങ്കരരും കർമ്മോത്സുകരുമായ KMCCയുടെ തുല്യതയില്ലാത്ത പ്രിയപ്പെട്ട നേതൃത്വം വളരെ സന്തോഷത്തോടു കൂടി ഇഫ്താറും അതിനുശേഷമുള്ള മനോഹരവും അത്ഭുതകരവുമായ ഈ അബ്ബാസിയ സ്കൂൾ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ സ്വർഗീയ ആരാമത്തിൽ എത്തിച്ചേർന്ന വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ 10ന്റെ മഗ്ഫിറത്തിന്റെ മധുനുകരാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മബെങ്ങന്മാരെ, യുവ സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഇവിടെ യൂണിഫോം ധരിച്ച് ഇഫ്താറിന്റെ സമയം മുതൽ ഈ സമയം വരെയും ഇപ്പോഴും വിശ്രമമില്ലാതെ ആളുകൾക്ക് വെള്ളം കൊടുക്കാനും അവർക്ക് കസേരയിട്ട് കൊടുക്കാനും അവരുടെ ഓരോ വിഷയങ്ങൾക്ക് ഇടപെടാനും ഓടി നടക്കുന്ന പ്രിയപ്പെട്ട വോളണ്ടിയറായ പ്രിയപ്പെട്ട KMCCയുടെ അള്ളാഹു തൗഫീഖ് തന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്തിന്റെ നോട്ടം പാവപ്പെട്ട നമ്മളിൽ അള്ളാഹു പതിച്ചു തരട്ടെ. ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. പാപരഹിതമായ ജീവിതം കാഴ്ചവെക്കാൻ അള്ളാഹു നമുക്ക് മഹാഭാഗ്യം നൽകട്ടെ. പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു സുന്ദര അവസ്ഥയ്ക്ക് സാക്ഷിയാകാൻ അള്ളാഹു പാവപ്പെട്ട നമ്മെ തിരഞ്ഞെടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രഗത്ഭരും പ്രശസ്തരുമായ ഒത്തിരി ആളുകൾ നമ്മുടെ സ്റ്റേജിലുണ്ട്. അവരെയൊന്നും പ്രത്യേകിച്ച് പേരെടുത്ത് പരാമർശിക്കാനുള്ള സന്ദർഭമില്ലാത്തത് കൊണ്ടും സ്വാഗതം പറഞ്ഞപ്പോൾ സെക്രട്ടറി അതൊക്കെ വളരെ സിമ്പിളായി തന്നെ പറഞ്ഞതൊക്കെ അവസാനിപ്പിച്ചതുകൊണ്ട് വൈകിയ വേളയിൽ ഇനി അത്തരം ഒരു അധിക പ്രഭാഷണത്തിലേക്ക് ഞാൻ കിടക്കാതെ ലഹരിയും ലഹളയും എന്ന ഒരു പ്രഭാഷണത്തിന്റെ ഒരു വിഷയത്തിന്റെ വളരെ മർമ്മപ്രധാനമായ ഭാഗം ഒന്ന് സൂചിപ്പിച്ച് അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവല് തേടി നമ്മുടെ നാടും നഗരവും ലഹരി ഇങ്ങനെ കഴുത്ത് ഞെരിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊരു കാവല് തേടാനുള്ള ഒരു മഹത്തായ സദസ്സായിട്ട് ഞാനിതിനെ മനസ്സിലാക്കണം. അത്ര സുന്ദരമായ നിറഞ്ഞൊരു സദസ്സാണല്ലോ റമദാനിന്റെ ഒരു പ്രാർത്ഥന. എന്തുകൊണ്ടും അൽഹംദുലില്ലാ നമുക്ക് ഈ സദസ്സിൽ വളരെ അനിവാര്യമാണ്. അള്ളാഹു നമ്മുടെ നാടിനെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ ആ മാരക വിപത്തിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്ര സമയം വരെ അല്ല ഒമ്പത് പിടിക്കണ്ടേ? ഇവിടെ ഫുഡുണ്ടോ? വീണ്ടും ഫുഡുണ്ട്. സുബ്ഹാനല്ലാഹ്, അടച്ചവനെ ഫുഡ് തന്നെ. സത്യത്തിൽ ഈ വോളണ്ടിയർമാരൊന്നും നല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ നേരത്തെ ഹംസ സാഹിബ് പറഞ്ഞ കറക്റ്റാ. അവര് കഴിക്കുന്നില്ല. അവര് നമുക്ക് ഭക്ഷണം ഇട്ട് തരികയാണ്. ഉസ്താദിന് എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എല്ലാ പ്രവർത്തകരോടും. പക്ഷെ അവരങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ല. അവര് വളരെ നോമ്പ് തുറന്നു. പിന്നെ എല്ലാവരെയും ഇങ്ങനെ സൽക്കരിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സാധാരണ ഈ KMCCയുടെ ഇഫ്താർ എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാ ചെല്ല. കാരണം കുടിക്കാൻ ചിലപ്പോൾ വെള്ളം പോലും കിട്ടൂല. ബാങ്ക് വിളിക്കുന്നത് കഴിഞ്ഞാലും പിന്നെ ഒരു ബഹളാണ്. എല്ലാവരും അങ്ങോട്ട് പോയി കുറേ കൂട്ടുകൂടി കുറേ നിസ്കരിക്കാൻ ഓടി. പക്ഷെ ഇവിടെ മാഷാ അല്ലാഹ് വളരെ ഭംഗിയായി, വളരെ സന്തോഷം തോന്നിപ്പോയി ഒരു സദസ്സായിപ്പോയി. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ സംസാരത്തിലെല്ലാം ഈ പ്രസംഗത്തിന് മുമ്പ് നമ്മൾ കണ്ടവരോടൊക്കെ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ ഭംഗിയായി, അത്ഭുതം തോന്നിപ്പോയി. എന്തായാലും അള്ളാഹുവിൻ്റെ ഒരു വലിയ സഹായം. KMCCയുടെ തുടക്കത്തിന്റെ മണ്ണാണല്ലോ. അപ്പോൾ പണക്കാട് തങ്ങളുടെ ശിഹാബ് തങ്ങളുടെ ഒരു മണവും CHന്റെ ഒരു ഗുണമൊക്കെ ഈ മണ്ണിനുണ്ടാവണം, നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ആവാം ഒരു വല്ലാത്ത ബറക്കത്ത് ആ സദസ്സിനുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ബറക്കത്ത് ഈ സദസ്സിനും ഉണ്ടാവണം. നമുക്ക് ദുആ കഴിഞ്ഞ്
പിരിഞ്ഞു പോകണം. കണ്ണുനീരോടെ ദുആ ചെയ്യണം. ഏറെ സങ്കടങ്ങൾ. എത്ര പേരാണ് വന്ന് കുറഞ്ഞ മണിക്കൂറുകൾക്കകത്ത് ഒരുപാട് ദുആ വസിയത്തുകൾ. മക്കൾക്ക് വേണ്ടി. ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ 3-ലധികം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് സങ്കടത്തോടു കൂടി പറഞ്ഞു. പിന്നെ മക്കൾക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി. അങ്ങനെ ഇപ്പോഴും ഫുഡുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇപ്പോഴും ഫുഡുണ്ട്, കഴിച്ചോളൂ. അതൊക്കെ ഫുഡ് കൊടുക്കാനേ കൂടെ ആൾ റെഡിയായി. ഇപ്പൊ തന്നെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഹംസ സാഹിബ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. മാഷാ അല്ലാഹ്. ഫ്രൂട്ട്സ് വൈകുന്നേരം നമ്മുടെ റഫീഖ് സാഹിബിന്റെ പിന്നെ ഗറോഫിലാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ സന്തോഷം തോന്നിയത്. കാരണം ഇത്രയും ആളുകൾക്ക് കഴിക്കാൻ ഒരു പാക്കറ്റ് നിറച്ച് ഫ്രൂട്ട്സ്, അതൊക്കെ ഒരു ഭാഗ്യമാണ്, അതൊക്കെ ഒരു മഹാഭാഗ്യമാണ്. അപ്പൊ അതൊക്കെ കിട്ടുക, അത് അവർക്ക് കിട്ടിയ ഒരു തൗഫീഖാണ്. അൽഹംദുലില്ലാ. ഏതായാലും അല്ലാഹു ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ ബറക്കത്തും സന്തോഷവും നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് കടിയും കുടിയും ഒക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കട്ടെ. ഞാൻ മറ്റേ കുടിയെ കുറിച്ച് കുറച്ചു നേരം ഒന്ന് പറയാം. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹവും സൽമാൻ റളിയല്ലാഹു അൻഹുവും നല്ല കൂട്ടുകാരായിരുന്നു. എപ്പോഴും കാണുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് വർത്താനം പറയുന്ന, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന ഏറ്റവും നല്ല കൂട്ടുകാരായിരുന്നു. ഇടയ്ക്ക് അവർ രണ്ടുപേരും അകലങ്ങളിലായി. അകലങ്ങളിലായി എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് അകലത്തായി എന്നതല്ല, അവരുടെ ഉത്തരവാദിത്വങ്ങൾ കുറച്ച് അകലത്തേക്കായി. ഒരു രാജ്യത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോൾ, ഒരു പ്രദേശത്തിന്റെ ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ അകലങ്ങളിൽ ചില സമയങ്ങളിൽ അങ്ങനെ പാർക്കേണ്ടി വരും. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു തന്റെ സ്നേഹസമ്പന്നനായ, തനിക്ക് എല്ലാം പങ്കുവെച്ചിരുന്ന തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൽമാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് കൊടുത്തയക്കുന്നുണ്ട്. തന്റെ സുഹൃത്തിന് വേണ്ടി. മെസ്സേജ് അയക്കാൻ കഴിയില്ല ഇന്നത്തെ പോലെ. പെട്ടെന്നൊരു വിശേഷം പറയാനുണ്ടെങ്കിൽ അങ്ങനെ കമ്മ്യൂണിറ്റി ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. ഒരു കത്ത് കൊടുത്തയക്കുകയാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിന്. ആ കത്തിനകത്തെ പരാമർശവും അവർ നേരിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചായിരുന്നു. പക്ഷെ അതിനകത്ത് വളരെ ഗൗരവത്തിൽ അദ്ദേഹം എഴുതിയിരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൽമാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പിന്നീട് പങ്കുവെക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, വർഷം കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സമയങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്ഷീണം വരുമ്പോ, കാലുവേദന വരുമ്പോ, ജോലിയിൽ തിരക്ക് കൂടുമ്പോ അള്ളാഹുവിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതെന്നും നീ മറന്നു പോകരുത് എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു എഴുതി വെക്കാൻ. എന്നിട്ട് അതിന്റെ ഒടുവിൽ എഴുതി ചേർത്തു, ലാ നസ്തതിഉ അഹദും മിനൻ നാസി റദ്ദഹു. ലോകത്തൊരു മനുഷ്യനും ഈ നഷ്ടപ്പെട്ടു പോയ സമയത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അത് പോയത് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ റമദാനിൽ പ്രവർത്തിക്കാത്തത് ഈ റമദാനിൽ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ആ റമദാൻ അത് പോയതാണ്. ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, വിശ്രമിക്കേണ്ട, ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഈ മനോഹരമായ സ്കൂൾ ഗ്രൗണ്ടിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആയുസ്സിൽ ഈ സമയം നിങ്ങൾക്ക് ഇനി കിട്ടൂല. ഇതിപ്പോ കിട്ടിയ ഒരു സുവർണാവസരമാണ്. അതിന് നിങ്ങൾ ഉപയോഗിക്കണം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുമ്പോ ഫർജിഅനാ നഅമൽ സ്വാലിഹാ, അല്ലാഹുവേ, കുറെ കാലം ഗൾഫിലായിരുന്നു, കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത് കുറെ കഷ്ടപ്പെട്ട് ഓടി നടന്ന് സമയത്ത് നിസ്കരിക്കാനും കഴിഞ്ഞില്ല പടച്ചോനെ, ഇബാദത്ത് ചെയ്യാനും കഴിഞ്ഞില്ല അല്ലാ. ജോലിയുടെ പ്രതിസന്ധിയുടെ ടെൻഷൻ കൊണ്ട് റമദാനിന്റെ നോമ്പ് പോലും എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല റബ്ബേ. അതുകൊണ്ട് ഫർജിഅനാ നഅമൽ സ്വാലിഹാ, കുറച്ച് സമയം കൂടിയിട്ട് എനിക്ക് ആയുസ്സൊന്ന് നീട്ടിത്തരുമോ റബ്ബേ. എന്നാൽ എന്റെ ആയുസ്സിനെ ഞാൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് അലങ്കരിക്കാമെന്ന് വിളിച്ചു പറയുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മറുപടി എന്താ? എത്രയോ പ്രസംഗങ്ങളിലൂടെ നിങ്ങൾ കേട്ടതാണ്, വലൻ യുഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു പരിധിക്കപ്പുറത്തേക്ക്, ഞാൻ കുവൈറ്റിലാണ്, ഞാൻ ദുബായിലാണ്, ഞാൻ സൗദിയിലാണ്, ഞാൻ മക്കത്താണ്, മദീനത്താണ്, എനിക്ക് നീട്ടിത്തരണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാൽ ഒരു സെക്കൻഡ് പോലും നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിന്ന് ഒരു സെക്കൻഡ് പോലും പിന്നെ ജീവിക്കാനുള്ള ഒരു അനുവാദം കാരുണ്യവാനായ സട്ടാവായ പടച്ചറബ് മാലിക്കുൽ മുലൂക്കായ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തരില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരു ഹദീസുണ്ട്,
ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറെ കരഞ്ഞു പോയ ഒരു ഹദീസാണ് മൻ ലയ്യ അയ്യാമ ഹർസിഹി നദിമ അയ്യാമ ഹസാദിഹി. കൃഷി ചെയ്യേണ്ട സമയത്തെ പാഴാക്കി കളഞ്ഞവൻ കൊയ്തെടുക്കുന്ന ദിവസം കരയേണ്ടി വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചില്ല. തങ്ങൾ പറഞ്ഞപ്പോ മുസ്തഫ ഹംസ സാഹിബ് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, KMCCയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പദ്ധതിയല്ലേ KMCCയുടെ മെമ്പർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാത്തത്. എന്നാൽ ഒന്ന് എന്റെ തന്നെയാണ്. ആലോചിച്ചില്ല, ഫോൺ വിളിച്ചില്ല, കമ്മിറ്റി കൂടിയില്ല. അതാണ് ആ പ്രതിഫലത്തിലേക്ക് ചാടിക്കടിക്കുക എന്ന് പറയുന്ന പോലെ. അതിനെ തുടർന്ന് അടുത്ത ആള്. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെയൊന്നും പറ്റൂല, പക്ഷെ എന്നാലും നമുക്ക് പങ്കുചേരാൻ പറ്റും. 2 കല്ല് വെച്ചു കൊടുക്കട്ടെ, കുറച്ച് സിമന്റ് നമ്മൾ ഈ കൊടുക്കുന്ന കേടി കൊണ്ട് ഉണ്ടാവട്ടെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ആലോചിച്ച് അതിൽ പിശാചിന് ഇടം കൊടുക്കാൻ, ഇടം കോരിട്ട് കുത്താൻ അവസരം കൊടുക്കാതെ പെട്ടെന്ന് സഡൻലി തീരുമാനമെടുത്തു. എന്തോ ഒരു സന്തോഷമാകും പരിശുദ്ധ റമദാനിൽ അല്ലാഹുവിന്റെ മലക്ക് പാവങ്ങൾക്ക് വേണ്ടി അത്രമേൽ ഓടി, സാധുക്കൾക്ക് വേണ്ടി അത്രമേൽ കഷ്ടപ്പെട്ട് ഈ യൂണിഫോം ധരിച്ച് 58 അപേക്ഷകളിൽ ഒരെണ്ണം പോലും കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല എന്ന് ഇഖ്ബാൽ സാഹിബ് പറഞ്ഞപ്പോ കണ്ണു നിറഞ്ഞുപോയി. അവർക്ക് സന്തോഷം ഉണ്ടാവും. അവരെപ്പോഴേ വീട്ടിൽ വൈഫിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് ആളുകളുടെ വീടിന് വേണ്ടി നമ്മളൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ടു, വൈത്തറഹ്മ കൊടുത്തു, മരണപ്പെടുമ്പോ 5 ലക്ഷം പദ്ധതി കൊടുത്തു, അതൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ നമുക്കൊരു വീടിന്റെ പദ്ധതി തുടങ്ങാൻ പോവാണെന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞപ്പോ അവര് കരഞ്ഞിട്ടുണ്ടാവൂലേ? പ്രിയപ്പെട്ട മക്കൾക്ക് മുത്തം കൊടുത്തിട്ട് ഭാര്യ പറഞ്ഞിട്ടുണ്ടാവും, മക്കളെ സ്വന്തം വീട്ടിലിരുന്ന് പഠിക്കാനും നിസ്കരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരാൻ പോവാണ്, KMCCയുടെ പുണ്യം കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവൂലേ? എത്രയോ പാവങ്ങൾ ഈ കസേരയിൽ ഇരിക്കുന്നുണ്ടാവും, എത്രയോ സാധുക്കൾ ഇത് കേൾക്കുന്നുണ്ടാവും, പൊട്ടിക്കരയുന്നുണ്ടാവും. അതൊരു വലിയൊരു തീരുമാനം, നന്മ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന തീരുമാനം. തങ്ങളുടെ നാവ് കൊണ്ടത് പ്രഖ്യാപിച്ചെങ്കിൽ വർഷത്തിൽ 10 വീട് വെച്ച് അള്ളാഹുവേ ഒരു തടസ്സവും കൂടാതെ പൂർത്തീകരിക്കുന്നത് കാണാനും കേൾക്കാനുമുള്ള തൗഫീഖ് പാവപ്പെട്ട ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അവർക്കല്ലേ നമ്മൾ കൊടുക്കേണ്ടത്? നിങ്ങൾക്കറിയോ, ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിലേക്ക് സൗദി അറേബ്യയിലെ റിയാദിൽ നിന്ന് ഒരാളെ എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ ഫോൺ വിളിച്ചു. സൗദി അറേബ്യയുടെ റിയാദിൽ നിന്ന് 35 വർഷം ഗൾഫിൽ ജോലി ചെയ്ത പ്രിയപ്പെട്ട സഹോദരനെ കഴിഞ്ഞ 5 വർഷക്കാലമായി നാട്ടിൽ ഒരു വിവരവുമില്ലാതെ എവിടെയോ പെട്ടുപോയി. ഒടുവിൽ നമ്മുടെ KMCCയുടെ മറ്റോ പ്രവർത്തകർക്ക് കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ കോണ്ടാക്റ്റിൽ നാട്ടിൽ വിളിച്ചപ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയോ മക്കളോ പറഞ്ഞെന്തെന്നറിയോ? ഞങ്ങൾ മരിച്ചുപോയി എന്ന് കരുതിയതാണ്, ഇനി അദ്ദേഹത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ്. ആലോചിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 35 വർഷമാണ് പ്രിയപ്പെട്ടവരെ കുടുംബത്തെ തീറ്റിപ്പോറ്റിയത്. ഒരു കുടുംബത്തിന് വേണ്ടി മെഴുകുതിരി പോലെ എരിഞ്ഞില്ലാണ്ടായത് 35 വർഷമാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആംബുലൻസ് ഉണ്ട്, ഞങ്ങൾക്ക് പ്രവർത്തകരുണ്ട്, കേരളത്തിന്റെ ഏത് എയർപോർട്ടിലാണ് വരേണ്ടതെന്ന് സമയം പറഞ്ഞാൽ മതി, ആ സഹോദരനെ പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കൊള്ളും എന്ന് ആ പ്രിയപ്പെട്ട സുഹൃത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ടവർ, ഇതാണ് മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല സമയം. നമുക്ക് നമ്മുടെ സമയത്തെ ജീവസുറ്റതാക്കി മാറ്റണം. മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിൽ സഹാബത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇൽമാണ് സംസാരം, ഇൽമാണ് സംസാരം, ഈമാനാണ് സംസാരം, തഖ്വയാണ് സംസാരം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ലോകത്തൊരു മനുഷ്യന്റെ സമയത്തെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന പാതകങ്ങളെ കുറിച്ച് ഞങ്ങൾ നബിതങ്ങളോട് ചോദിച്ചില്ലല്ലോ, നിരാശപ്പെട്ടു പോവുകയാണല്ലോ, സങ്കടമായി പോവാണല്ലോ, ചോദിച്ചില്ലല്ലോ, വഫാത്തായി പോയല്ലോ, ചോദിക്കാമായിരുന്നല്ലോ. മനുഷ്യന്റെ ജീവനെ മുഴുവനും നശിപ്പിക്കുന്ന പാപത്തെ കുറിച്ച് ചോദിച്ചില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൗനമായിട്ടിരിക്കുമ്പോൾ സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ സങ്കടം തൂകിയിരിക്കുമ്പോൾ ഒന്ന് ചോദിക്കാമായിരുന്നല്ലോ, അല്ലാ, മനുഷ്യനെ മുഴുവനും നശിപ്പിക്കുന്ന ഏറ്റവും വലിയ പാതകങ്ങളെ കുറിച്ചൊന്ന് ചോദിക്കാമായിരുന്നല്ലോ. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബാ, ഈ മദീനത്ത് വെച്ച് ഞാൻ ഒരിക്കൽ ഇത് ചോദിച്ചതാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സിനെ മുഴുവനും നശിപ്പിക്കുന്ന, ഒരു മനുഷ്യന്റെ സമയത്തെ മുഴുവനും കൊലക്കി കൊടുക്കുന്ന ഏറ്റവും വലിയ മഹാപാതകത്തെ കുറിച്ച് ഞാൻ ഒരിക്കൽ എന്റെ ആരംഭപ്പൂവിനോട് ചോദിച്ചതാണ്.
എല്ലാ സ്വഹാബികളും വിടർന്ന കണ്ണുകളുമായി നോക്കിയിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ശുർബുൽ ഖംരി, അത് ലഹരിയാണ്, ലഹരി ഉപയോഗിക്കലാണ്, കള്ളുകുടിയനാണ്, കള്ളുകുടിക്കലാണെന്ന് ആരംഭപ്പൂ പറഞ്ഞിട്ടുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ആയുസ്സിനെ മുഴുവനും നശിപ്പിക്കുന്നത് ലഹരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാൽ തങ്ങളെ ഇവിടെ വെച്ച് ആരംഭപ്പൂ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു രാജാവ് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ രാജാവ് ആ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്നെ വെറുതെ വിടണമെങ്കിൽ ഫഖയ്യറഹു വയസ്റബ ഖംറാ വയഖ്തുല നഫ്സാ വയുസ്നിയാ. നിന്നെ വെറുതെ വിടണമെങ്കിൽ ഒന്നെങ്കിൽ നീ കള്ളു കുടിക്കണം, അല്ലെങ്കിൽ നീ കൊലപാതകം നടത്തണം, അല്ലെങ്കിൽ നീ വ്യഭിചരിക്കണം. ഇതൊന്നും ചെയ്യൂല എന്നുറപ്പായിരുന്നു. ആ മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് വെറുതെ വിടണമെങ്കിൽ രാജകൊട്ടാരത്തിന്റെ ശിക്ഷയിൽ കിടന്ന് ഞെരിഞ്ഞ മരണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു തെമ്മാടിത്തരം നീ ചെയ്യണമെന്ന് പറയുമ്പോ അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണ്, ഞാനൊരു പാപവും ചെയ്യാത്തവനാണ്, ഞാനൊരു നല്ല മനുഷ്യനാണ്, ഞാനൊരു പ്രകാശമുള്ള ഹൃദയത്തിന്റെ ഉടമയാണ്. രാജാവ് പറഞ്ഞു, ഈ 3 പാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ നിന്നെ വെറുതെ വിടൂലെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ തീരുമാനിച്ചത് വഖയ്യറഹു ഖംറാ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, അയാളെ കള്ളു കുടിക്കാൻ തീരുമാനിച്ചു. വ്യഭിചാരവും കൊലപാതകവും അത്രമേൽ ഭയാനകരമാണല്ലോ. കള്ളാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കുന്ന ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ, കുറച്ചു കഴിഞ്ഞ് ഛർദ്ദിച്ചു കളയാം, തൗബ ചെയ്യാം. തീരുമാനിച്ചു, കള്ളു കുടിച്ചു. ആരംഭപ്പൂ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അയാൾ കള്ളു കുടിച്ചതിന് പകരമായി അതിന്റെ എഫക്റ്റ് കൊണ്ട്, അതിന്റെ ലഹരി കൊണ്ട്, അത് മസ്തിഷ്കത്തെ ബാധിപ്പിച്ച മരവിപ്പ് കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ പിന്നെ കൊലപാതകം നടത്തി, പിന്നെ വ്യഭിചാരം നടത്തി, എല്ലാ തിന്മകളും അയാൾ പിന്നെ ചെയ്തു പോയി. അതുകൊണ്ടാണ് ഉമ്മുൽ ഖബായിസ് എന്ന് ഈ കള്ളുകുടിക്ക് പേര് കൊടുത്തിരിക്കുന്നത്. എല്ലാ വൃത്തികേടിന്റെയും മാതാവ്, എല്ലാ വൃത്തികേടിന്റെയും മാതാവ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, കള്ളുകുടിയൻ സുഖമില്ലാതെ കിടന്നാൽ വലാ തഊദുഹു ഇദാ മരിദ, നിങ്ങൾ അവനെ സന്ദർശിക്കാൻ പോലും പാടില്ല എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. ഒരു കള്ളുകുടിയൻ രോഗിയായി കിടന്നാൽ രോഗ സന്ദർശനത്തിന്റെ കൂലി എന്ന് പറയുന്നത് ഒരു കാല് വെക്കുമ്പോ 70,000 മലക്കുകൾ ദുആ ചെയ്യുമെന്നാണ്. രോഗിയെ കാണാൻ പോകുമ്പോ അത്ര പ്രതിഫലമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം പോലും കള്ളുകുടിയനാണ് രോഗിയായി കിടക്കുന്നതെങ്കിൽ രോഗിയായാൽ അവനെ കാണാൻ പോലും പോകരുതേ ഇന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയാൻ. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നിങ്ങൾക്ക് ഉറക്കം വരാണോ? ക്ഷീണം വരുന്നുണ്ടോ? മൊബൈൽ ഒന്ന് ഓണാക്കിയിട്ട് നാട്ടിലെ വാർത്ത കേട്ടാൽ മതി, എല്ലാ ക്ഷീണവും മാറും, എല്ലാ ഉറക്കവും മാറും. ഉറങ്ങാൻ കഴിയൂല. ഇന്നലെ കണ്ടില്ലേ, നെയ്യാറ്റിൻകര ഭാഗത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് ചോദിച്ചപ്പോ കുറിപ്പില്ലാതെ വന്നതുകൊണ്ട് തരില്ല എന്ന് പറഞ്ഞപ്പോ 3 ചെറുപ്പക്കാർ കല്ലും തടിയും കൊണ്ട് മെഡിക്കൽ സ്റ്റോർ അടിച്ച് തകർക്കുന്നതിനിടയിൽ അരയിൽ നിന്ന് വാളും വെട്ടുകത്തിയും ഊരിയെടുക്കാണ് 18ഉം 20ഉം വയസ്സായ മക്കൾ. എല്ലാ സ്ഥലത്തും ചെക്കിങ്. ആരെ ചെക്ക് ചെയ്യാൻ? ഏതെങ്കിലും പാവപ്പെട്ട പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോ അവന്റെ പെറ്റിയടിച്ച് ഹെൽമെറ്റ് ഇല്ലാന്ന് പറഞ്ഞ 1000 രൂപ വാങ്ങി വെക്കും. ഈ വാളും വെട്ടുകത്തിയും കഞ്ചാവും ലഹരിയുമായി നാട് മുഴുവനും കറങ്ങി നടന്ന് രാക്ഷസന്മാരുടെ മുഖഭാവത്തോടുകൂടി പുറത്തിറങ്ങുന്നവരെ ക്രൂരമായി കടിച്ചു തിന്നാൻ കാത്തിരിക്കുന്ന ലഹരിയുടെ വിളയാട്ടം. എവിടെയാണ് ലഹരിയെ കുറിച്ച് പറയാത്തത്? പള്ളിയിൽ കുറവുണ്ടോ? വെള്ളിയാഴ്ച ജുമഅക്ക് പ്രസംഗത്തിൽ കുറവില്ല, സംഘടനകളുടെ പ്രസംഗത്തിൽ കുറവില്ല, പ്രക്ഷോഭങ്ങൾക്ക് കുറവില്ല. സ്വാമിയും അച്ഛനും രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ നടന്മാരും ഒക്കെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നിട്ട് എനിക്ക് കഞ്ചാവ് വേണമെന്നൊരു 18 വയസ്സുള്ള 10 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു മകൻ ചിന്തിച്ചാൽ 10 മിനിറ്റിനകത്ത് അവന് സാധനം കിട്ടും. പ്രസംഗത്തിനും പ്രക്ഷോഭത്തിനും ഒരു കുറവില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ വൻ ബിസിനസ് മാഫിയ നടക്കുന്നുണ്ട്. അവർക്ക് ആരെ കൊന്നാലെന്ത്,
സ്കൂളിലുണ്ട്. സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ ഞങ്ങൾ പോയതാണ്. 2 കുട്ടികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ ആ സ്കൂളിലെ വനിതാ പ്രിൻസിപ്പൾ ഞങ്ങളോട് പറഞ്ഞതെന്നറിയോ? സുലഭമാണ് ഉസ്താദേ, ഇവിടെ സുലഭമാണ് കഞ്ചാവ്. ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയൂല. ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ പേടിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പണ്ട് മാമ്പഴം എന്ന കവിത പാടാൻ വേണ്ടി സാറിന്റെ മുമ്പ് എഴുന്നേറ്റ് നിന്ന് മൂത്രമൊഴിച്ചവർ പോലും നമുക്കിടയിലുണ്ടാവും, പേടിച്ച് വിറച്ചിട്ട്. ബാങ്കിന്റെ ദുആ ഉസ്താദിന്റെ മുമ്പിൽ കാണാതെ പഠിച്ച് നമ്മളെ കൈകാല് വിറച്ച രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇന്ന് വിറയ്ക്കുന്നത് തിരിച്ചാണ്, അധ്യാപകരാണ്. മക്കളെ നോക്കിയിട്ട് ഞങ്ങൾക്ക് പേടിയാവുകയാണ് ഉസ്താദേ. ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയൂല. എവിടെയും പരാതിപ്പെട്ടിട്ടൊരു കാര്യമില്ല. ഇത് കൃത്യമായിട്ട് നടക്കും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. 10-20 കൊല്ലം വിദേശ രാജ്യത്തമാകുന്ന കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെ വന്ന് കഷ്ടപ്പെട്ട് പ്രിയപ്പെട്ട മക്കളെ പൊന്നുപോലെ നോക്കണമെന്ന് ഭാര്യയോട് ഫോണിലൂടെ പറഞ്ഞ്, വീഡിയോ കോളിലൂടെ പൊന്നുമോനെ കാണുമ്പോ മോളെ കാണുമ്പോ പൊലിവൈനത്തിന്റെ പ്രശ്നങ്ങളെല്ലാം മറക്കുന്ന പ്രവാസികളായ നിങ്ങൾ ഒടുവിൽ മണ്ടന്മാരായി അതപ്പതിച്ചു പോകല്ല മക്കളെ, ഒടുവിൽ തോറ്റുപോകല്ല മുസ്ലിമേ, ഒടുവിൽ തോറ്റുപോകരുത്. തോറ്റുപോയ ഒരു വാപ്പ ഇന്ന് നാട്ടിലിരുന്ന് കരയുന്നുണ്ട് വെഞ്ഞാറമൂട്. ആ മുഖം കാണുമ്പോൾ അദ്ദേഹം 1000 വട്ടം വിളിച്ചു പറയുന്നുണ്ട്, ഒരു വാപ്പ എന്ന രീതിയിൽ ഞാൻ തോറ്റുപോയി. നിങ്ങൾക്ക് ആ ഒരു ഗതി വരരുത് പ്രിയപ്പെട്ടവര്. എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി ചെറിയ മക്കൾ, കുഞ്ഞുമക്കൾ അവരെ തട്ടിക്കൊണ്ടുപോവാണ്, ലഹരി തട്ടിക്കൊണ്ടുപോവാണ്. ആദ്യം അവർക്ക് പൈസ ഇല്ലാതെ ഒരു രസത്തിന് കൊടുക്കാണ്. ഉമ്മമാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആദ്യം പൈസ ഇല്ലാതെ കൊടുക്കാണ്. പിന്നെ അതിന്റെ ഒരു സാധനം ഇങ്ങനെ തലയ്ക്ക് പിടിക്കുക. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊച്ചിയിൽ പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളിലൂടെ കാണിച്ചെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? ചോക്ലേറ്റില് ലഹരി കടത്തിയിട്ട് അതുണ്ടാക്കുന്ന കമ്പനിയുടെ വീഡിയോ സഹിതം നമ്മുടെ നാട്ടിന്റെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വിശ്വസിച്ച് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാൻ പറ്റും. അവിടെയാണ് നിങ്ങളുടെ മക്കൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. അവര് പറയുന്നതൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തെ മറന്ന്, നിങ്ങളുടെ വിശ്രമത്തെ മറന്ന് ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോ ഇസ്ലാമിന്റെ സർക്കിളിൽ നിന്ന് മക്കൾ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം പ്രിയപ്പെട്ടവർ. സങ്കടകരമാണ് അവസ്ഥ, വളരെ സങ്കടകരമാണ്. 14 വയസ്സുള്ള ഒരു കുഞ്ഞിന് സ്നേഹസാഗരത്തിൽ കൊണ്ടുവന്ന് കൗൺസിലിംഗ് നടത്താൻ 14 വയസ്സേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കണം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവരെ കുറിച്ച് പറയുന്നത്. ഒക്കെ ഈ കുട്ടികൾ വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങൾ തലയ്ക്കിങ്ങനെ പിടിച്ചിട്ട് എപ്പോഴും ഉറക്കമാണ്, ഉമ്മയോട് ദേഷ്യപ്പെടലാണ്, 24 മണിക്കൂർ ഈ ബബിൾ കഞ്ച വയ്ക്കലാണ്. അങ്ങനെ ഒരു പ്രത്യേക ചില അടയാളങ്ങളൊക്കെ ഇതിനുണ്ട്. അതിന്റെ പേരുകളൊക്കെ ഞെട്ടിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ല വേണ്ട എന്ന് പറഞ്ഞ ആരംഭപ്പൂവായ മുത്തുനബി വേണ്ട എന്ന് പറഞ്ഞ കള്ളുകൊണ്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്തെന്നറിയോ? അദ്ലമ ഖൽബഹു, അവന്റെ ഹൃദയം ഇരുണ്ടു പോകുന്നതാണ്. അവന്റെ ഹൃദയത്തിന് വെളിച്ചമുണ്ടാകൂല. ഉമ്മയെ ഉമ്മയായി കാണാൻ കഴിയില്ല, വാപ്പയെ വാപ്പയായി കാണാൻ കഴിയില്ല. സ്നേഹമുണ്ടാവില്ല, മമതയുണ്ടാവില്ല, വാത്സല്യമുണ്ടാവില്ല, കരുണയുണ്ടാവില്ല, ആർദ്രതയുണ്ടാവില്ല. സുൽത്താൻ മൊറാദ് രണ്ടാമൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ചരിത്രമുണ്ട്. ആ രാജാവ് വേഷപ്രസന്നനായി ജനങ്ങൾക്കിടയിലൂടെ നടന്നിരുന്ന ആളാണ് സുൽത്താൻ മൊറാദ്. ഒരിക്കൽ അദ്ദേഹം നടക്കുമ്പോ ഒരു മയ്യത്തങ്ങനെ കിടക്കുന്നുണ്ട്. ഒരാൾ അടുത്തു വരുന്നില്ല, ഒരാൾ പരിചരിക്കുന്നില്ല, ഒരാൾ കുളിപ്പിക്കുന്നില്ല, ഒരാൾ പൊതിയുന്നില്ല. സുൽത്താൻ മൊറാദാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്നറിയാതെ ജനങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ആരോ ആകട്ടെ, ഈ മയ്യത്തിനെ കൊണ്ടുവന്ന് സംസ്കരിക്കേണ്ട ചുമതല നിങ്ങൾക്കുള്ളതല്ലേ? അവര് പറഞ്ഞു, ഇയാള് കള്ളു കുടിക്കുന്നവനാണ്, വ്യഭിചരിക്കുന്നവനാണ്. ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല, ഇവരെ കള്ളു കുടിക്കുന്നവനാണ്, വ്യഭിചരിക്കുന്നവനാണ്, അതുകൊണ്ട് ഞങ്ങൾ അയാൾക്ക് വേണ്ടി ഒരു കർമ്മവും ചെയ്യില്ല. അദ്ദേഹത്തിന്റെ മയ്യത്ത് പൊതിഞ്ഞ് സുൽത്താൻ മൊറാദ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടു ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിക്കുന്നു, ഇതാരാണ്? നിങ്ങളുടെ ഭർത്താവിന് എന്തു പറ്റിപ്പോയി? മുഴുക്കുടിയനാണ്, വ്യഭിചാരിയാണെന്നാണല്ലോ പറയുന്നത്. ഭാര്യ കരഞ്ഞുകൊണ്ട് പറയാണ്, ഒരു തുള്ളി പോലും എന്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല.
ഒരു തുള്ളി പോലും എന്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല. പിന്നെ ജനങ്ങൾ പറയുന്നുണ്ടല്ലോ, നീ എല്ലാ ദിവസവും ജോലി ചെയ്തിട്ട് ആ പണത്തിന് ആള് കള്ളു വാങ്ങിക്കൊണ്ട് വരുമെന്ന് പറയുന്നുണ്ടല്ലോ. ഭാര്യ പറയാണ്, മുഴുവനും കൊണ്ടുവന്ന് ഒഴിച്ചു കളയും, മുഴുവനും കൊണ്ടുവന്ന് ഒഴിച്ചു കളയും. എന്നിട്ട് എന്നോട് പറയും, പെണ്ണേ, ഈ കള്ളെങ്കിലും ആളുകൾ കുടിക്കാതിരിക്കുമല്ലോ. മുഴുവനും കൊണ്ടുവന്ന് ഒഴിച്ചു കളയും, അതെങ്കിലും ആളുകളുടെ വാക്യകത്ത് പോകാതിരിക്കുമല്ലോ എന്ന് പറയും. ആ സമയത്ത് ഞാൻ അയാളോട് പറയും, ഇങ്ങനെ ചെയ്യരുത്, ജനങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിക്കും, കള്ളുകുടിയനാണെന്ന് പറയും. അപ്പൊ സുൽത്താൻ മുറാദ് ചോദിച്ചു, പിന്നെ വ്യഭിചാരി എന്ന് പറയുന്നതോ? നാട്ടിലുള്ള മുഴുവൻ വേശ്യകളിൽ നിന്ന് ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നസീഹത്ത് നടത്താണ്. എന്തൊരവസ്ഥ ആലോചിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ പറയാണ്, നിങ്ങളെ ഏറ്റവും വലിയ പെണ്ണുപിടിയനായി ലോകം ചിത്രീകരിക്കുമെന്ന് പറഞ്ഞപ്പോ, നിങ്ങളും മരിച്ചാൽ പോലും ഒരാൾ നിങ്ങളെ കാണാൻ വരില്ലെന്ന് പറഞ്ഞപ്പോ സുൽത്താൻ മുറാദിനോട് പറയുകയാണ്, എന്റെ ഭർത്താവ് പറഞ്ഞത്, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി വരും, പെണ്ണേ, നീ കണ്ടോ, നീ കണ്ടോ, നീ കണ്ടോ, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി വരും, പെണ്ണേ എന്ന് പറഞ്ഞു. സുൽത്താൻ മുറാദ് വേഷമൊക്കെ മാറി സാധാരണക്കാരനായി വന്നതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയാണ്, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്. ഒരു കള്ളിനെതിരെ, ഒരു ഹറാമിനെതിരെ ഖിദ്മത്ത് ചെയ്തവന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന അന്ത്യയാത്രയുടെ സമ്മാനമായിരുന്നു അത്. ചെറിയ ഡ്യൂട്ടിയല്ല നമുക്കിപ്പോൾ ഉള്ളത്, ചെറിയ കാര്യമല്ല. KMCCയുടെ എല്ലാ വിങ്ങുകളും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ആ കാരുണ്യ പ്രവർത്തനത്തിൽ ഒരു കാര്യം കൂടി തീരുമാനമെടുക്കണം: ലഹരിക്കെതിരെയുള്ള ശക്തമായ മുന്നേറ്റം. KMCCക്കാരുടെ ലഹരി എന്ന് പറയുന്നത് ഖിദ്മത്ത് ചെയ്യലാണ്. എത്രയാണ് നമ്മൾ ആലോചിച്ച് നോക്കും. നോമ്പിന്റെ ക്ഷീണം കൊണ്ട് നമ്മളിങ്ങനെ വിശ്രമിച്ചിങ്ങനെ തളർന്നിരിക്കുമ്പോ നമ്മുടെ മുന്നിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഫ്രൂട്ട്സും വെള്ളവും ജ്യൂസുമായിട്ട് ഓടുന്നത് ഖിദ്മത്ത് അവർക്കൊരു ലഹരിയായി. ഹജ്ജ് വരെയാണ്. ഹജ്ജിന്റെ സമയത്ത് വിശ്രമമില്ലാതെ ചില ഹാജിമാര് പറയും, ഓ KMCCയുടെ കഞ്ഞി മാഷാ അല്ലാഹ് പറയലുണ്ട്. അത് ഉണ്ടാക്കാനും അത് കൊടുക്കാനും കഞ്ഞി പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ തിളയ്ക്കണം, എന്നാലേ പറ്റുള്ളൂ. അതവർക്ക് ഒരു ലഹരിയായി മാറി. അവർക്ക് ഈ KMCC പ്രവർത്തകർക്ക് ഒരു കുപ്പി കള്ള് മുമ്പിൽ വെച്ചിട്ട് കുടിക്കാൻ പറഞ്ഞാലും തോന്നൂല. എന്തുകൊണ്ട് അവര് കാത്തിരിക്കുന്നത് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസർ എന്ന പാനം നുകരാനാണ്. അതുപോലെ ഓരോരുത്തരും സജീവമാകണം പ്രവർത്തനങ്ങളിൽ, ഖിദ്മത്തുകളിൽ, സേവനങ്ങളിൽ. മറ്റ് കാര്യങ്ങൾക്ക് സമയമുണ്ടാകരുത്. ഭൗതികത ചിന്തിക്കാൻ നേരം ഉണ്ടാവരുത്. വിശ്രമമില്ലാത്ത പണി. നിങ്ങൾക്ക് ഓരോന്ന് തീരുമ്പോ ഓരോന്ന് തരല്ലേ? ഓരോന്ന് തീരുമ്പോ ഓരോന്ന് തരാം. റമദാനിൽ മൊത്തം പിരിവാണ്, ഒന്നിനെ പുറകെ മറ്റൊന്നായി പിരിവ്. ഓരോ കോട്ട പൂർത്തീകരിക്കണം, ഓരോന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മനുഷ്യൻ തിരക്കുള്ളവനാകണം. വെറുതെ ഇരിക്കുമ്പോഴാണ് ഒന്ന് കുടിക്കാൻ തോന്നുന്നത്, ഒന്ന് സുഖിക്കാൻ തോന്നുന്നത്. അല്ലാഹുവേ, പടച്ചവനെ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ലഹരി ഒരു മൃഗത്തെ പോലെ മനുഷ്യനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോ പാവപ്പെട്ട ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അതിന്റെ ഏറ്റവും വലിയ അപകടം കൂട്ടുകെട്ടാണ്. നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരാണെന്ന്, അവരെ ക്വാളിറ്റി എന്തെന്ന് തിരിച്ചറിയാതെ ഒരിക്കലും നിങ്ങൾ ആ കൂട്ടുകെട്ടിന് വളം വെച്ചു കൊടുക്കരുത്. വലിയ അപകടം ചെയ്യും എന്റെ ചെറുപ്പക്കാരാ. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ പോക്കെങ്ങോട്ടാണ്? നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂള്, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസ്, അവരുടെ വീട്ടിലേക്ക് വരുന്ന കൂട്ടുകെട്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ കൂട്ടുകെട്ട് കൊണ്ട് നശിച്ചുപോയ ഒരു മനുഷ്യന്റെ കഥ പറയാനുണ്ട് കുവൈറ്റുകാരെ. ലഹരി അറിയാതെ അവൻ സുഖമായി കാണും, പെണ്ണറിയാതെ അവനെ വാരിപ്പുണരും. ഹറാമുകൾ മുഴുവനും പൂമാല പോലെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കും. ഈ പെരുവൈരത്ത് കിടന്ന് കഷ്ടപ്പെട്ട പണം മുഴുവനും രാക്ഷസനെ പോലെ മക്കൾ തിന്നു തീർക്കും. ഒരു ഗുണവുമില്ലാതെ തോറ്റുപോയവനെ പോലെ കരയേണ്ടി വരും നാളെ ആഖിറത്തിൽ. കൂട്ടുകെട്ട് വളരെ ശ്രദ്ധിക്കണം. അതിനെ നല്ല സ്കൂളിലാക്കണം, നല്ല മദ്രസയിലാക്കണം. എൻ്റെ മക്കളെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് മുനവർ തങ്ങളുടെയും അബ്ബാസ് അലി തങ്ങളുടെയും ഒക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളിലാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പഠിക്കുന്ന മക്കൾ വഴിതെറ്റൂലെന്നല്ല. ഒരു പരിധി വരെ നല്ല സൗഹൃദം കിട്ടിയാൽ, നല്ല സ്നേഹബന്ധം കിട്ടിയാൽ
മാഷാ അല്ലാഹ് അവർക്ക് ഉപകാരപ്പെടുമല്ലോ. ഇപ്പൊ എന്റെ മകൻ സ്കൂളിൽ നിന്ന് ലീവിന് ഇന്നിപ്പോ വീട്ടിൽ വന്നിട്ട് അവന് കാസർഗോഡ് ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ഇഫ്താറിന് പോകണമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പോയാല് നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് എവിടം വരെ പോകണം? അങ്ങനെ പോയാല് ഞാൻ കുവൈറ്റിലാണ്, ഇവിടുന്ന് വിളിക്കുമ്പോ കിട്ടൂല, ഫോണിൽ വിളിച്ചാൽ കിട്ടൂല, ഉമ്മാക്ക് ടെൻഷനാവും, വലിയ പ്രയാസാവും. ഒരു മകന്റെ വിയോഗം തന്നെ താങ്ങാൻ 10 വർഷം കഴിഞ്ഞിട്ടും ആ കൽവിലെ കനൽ ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാം അവസ്ഥ. അതുകൊണ്ട് പറഞ്ഞു വിട്ട ടെൻഷനാണെന്നൊക്കെ പറഞ്ഞപ്പോ അവനവന്റെ സുഹൃത്തുക്കളുടെ വോയിസ് ഇങ്ങോട്ട് അയച്ചു തരികയാണ്. ഉസ്താദിന്റെ ഉപ്പാനോട് പറയും, നിന്റെ ഉപ്പാനോട് പറയും, ഞങ്ങൾ അങ്ങനത്തെ കുട്ടികളല്ല, ഞങ്ങൾ മുനവൽ തങ്ങളുടെ മക്കളുടെ കൂട്ടുകാരാന്ന് പറയും, ഞങ്ങൾ ഒരു ഹറാമ് ചെയ്യൂല, ഞങ്ങൾ നോമ്പിന് യാത്ര പോകുന്നവരല്ലേ, നമ്മൾ കറങ്ങാൻ പോകുന്നതല്ലല്ലോ, നോമ്പിന് യാത്ര ചെയ്യുന്നവരല്ലേ, നോമ്പിന് യാത്ര ചെയ്യുമ്പോൾ ഒരു ഹറാമ് കണ്ടുവിടാൻ നമുക്കറിയില്ല. അങ്ങനെ കുറേ മെസ്സേജുകൾ വന്നു. അവരുടെ രക്ഷകർത്താക്കളെ ഫോൺ വിളിച്ചു സംസാരിച്ചു, ഒക്കെ വലിയ സന്തോഷത്തിൽ. നമ്മൾ എല്ലാ ഭാഗവും നമ്മൾ 100% മക്കളെ വിശ്വസിക്കുമ്പോൾ 1% ഒരു സംശയത്തിന്റെ കണ്ണ് നാം നമ്മുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കണം. ഈ കാലഘട്ടം അങ്ങനെയാണ്. ഈ കാലഘട്ടം അങ്ങനെയാണ് പ്രിയപ്പെട്ടവര്. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങളുടെ മക്കളല്ലേ? അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ജീവന്റെ ജീവനല്ലേ നിങ്ങളുടെ മക്കൾ? പേഴ്സിനകത്ത് ഫോട്ടോസ് ഒഴിച്ചു വെച്ചിരിക്കുന്ന പ്രവാസികളുണ്ട്. വീട്ടിലേക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് ചെന്നാൽ ഭാര്യ ഒന്ന് വിളിക്കാതെ, മക്കളെ ഒരു നോക്ക് കാണാതെ, മക്കൾ ഉറങ്ങിയോ, ഭക്ഷണം കഴിച്ചോ, അത് ചോദിക്കാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റൂലല്ലോ. ആ മക്കൾ, നിങ്ങൾ ആലോചിച്ചു, ആ മക്കൾ കള്ളു കുടിച്ച് നിങ്ങളുടെ മയ്യത്തിന്റെ ചാരത്ത് വന്ന് നിൽക്കുന്ന ഗൗരവമുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്ക്. താങ്ങാൻ പറ്റുമോ? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ബോധമില്ലാതെ കഴുതയെപ്പോലെ ആടി വാപ്പാന്റെ മയ്യത്തിന്റെ ചാര അവർ വന്ന് നിന്നാൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ ഓടുന്നത്? അതുകൊണ്ട് എപ്പോഴും പേടിയുള്ള ഗൗരവമുള്ള ഒരു വിഷയമായി എന്റെ മക്കളൊക്കെയാണ് ചിന്തിക്കരുത്. അങ്ങനല്ല, അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യണം, ഭാര്യയോട് പറയണം, ശ്രദ്ധിക്കണം, എല്ലാ കണ്ണുകളും തുറന്നു വെക്കണം. കയറൂരി വിട്ട് സ്വാതന്ത്ര്യം കൊടുത്ത് 100% എന്റെ മക്കളെ ഞാൻ വിശ്വസിക്കുന്നു എന്നതിനപ്പുറം 1% മാറ്റിവെക്കണം. കാലഘട്ടം അങ്ങനെയാണ്. എത്രയോ നല്ല കുടുംബത്തിൽ 15 വർഷത്തോളം കഞ്ചാവ് കൊടുക്കുന്നയാൾ ഒരു കുഞ്ഞിന്റെ പിന്നിൽ 15 വർഷം നടക്കുന്നതാണ്. ഒരു കുഞ്ഞിന്റെ പിന്നിൽ അവനെ കിട്ടാൻ വേണ്ടി. നിസ്കാരമുള്ള, ഈമാനുള്ള, മുസ്ലിയാരായ അങ്ങനെയുള്ള തങ്ങളാണ്, കുടുംബമാണ്, ഒന്നും നോക്കൂല. ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ കിട്ടാൻ 15 കൊല്ലം അവന്റെ പിന്നിൽ എല്ലാം പഠിച്ച് യാത്ര ചെയ്യും, അവന്റെ വീക്ക്നെസ് കണ്ടുപിടിക്കും. നമ്മുടെ മക്കൾ അത്തരം ക്യാമ്പസിലേക്കാ പോകുന്നത്. കാരുണ്യവാനായ അല്ലാഹുവേ, നീ കാക്കണേ പടച്ചവനെ. ഉഖബയും ഉബയ്യും അറേബ്യയിലെ 2 കൂട്ടുകാരായിരുന്നു. ഉഖബയും ഉബയ്യും അറേബ്യയിലെ 2 കൂട്ടുകാരായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുവൈറ്റിലെ KMCCയുടെ പ്രവർത്തകരുടെ നാവിൽ നിന്ന് ആരംഭപൂവായ മുത്ത് റസൂലിന് ഒരു സ്വലാത്ത് വന്നോട്ടെ. ഒരു നഷ്ടമുണ്ടാവൂലല്ലോ മക്കളെ, ഒരു നഷ്ടമുണ്ടാവൂലല്ലോ പ്രവർത്തകരെ. കാരുണ്യത്തിന് തിരിതെളിച്ച മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ നല്ല ഉഷാറായിട്ട് കൊണ്ട് വരട്ടെ, ക്ഷീണമൊക്കെ മാറട്ടെ. ഒരു രാത്രിയല്ലേ, കുറച്ച് സമയല്ലേ. മദീനയൊക്കെ ഒന്ന് നെഞ്ചിലേക്ക് കൊണ്ടുവെക്ക്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ മദീനത്തെ ചിന്തിച്ചു നോക്കി. ഈ രാത്രിയില്, ഇന്നത്തെ രാത്രിയില് കണ്ണുനീരില്ലാത്ത ഒരു കണ്ണുമില്ല, പിടയ്ക്കാത്ത ഒരു കൽബും ഉണ്ടാവൂല റമദാന്റെ രാത്രിയിൽ. അവിടെ അല്ലാഹുവേ, അവിടുത്തെ പൊരുത്തവും ആ മണ്ണിന്റെ ഗന്ധവും ഞങ്ങൾക്ക് മരിക്കുമ്പോ നൽകണം പടച്ചവനെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചൊല്ലി. ഞാൻ ഈ ശബ്ദം ഇതിങ്ങനെ കേട്ടോണ്ട് കേൾക്കാത്ത, അതുകൊണ്ട് ഞാൻ പതുക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. നിങ്ങൾ ചൊല്ലാത്തവരൊന്നുമല്ല. ഉറക്ക സലാത്തിൽ ലഭിച്ചാൽ എന്താണ്, പതുക്കെ ചൊല്ലിയാൽ പോരെ എന്നൊക്കെ ചോദിക്കും പുതിയ കാലം. പക്ഷെ അത് നമ്മുടെ ഒരു ആവേശമാണ്, അതാണ് ഒരു ആവേശമാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഉഖബ ഉബൈ 2 പേരും കൂട്ടുകാരാണ്. ഉഖബയ്ക്ക് ഒരു കുറച്ച് സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുണ്ട്. 2 പേരും ഇസ്ലാമിനും സ്വീകരിച്ചവരല്ല, കള്ളു കുടിക്കുന്നവരാണ്, വ്യഭിചരിക്കുന്നവരാണ്, ഒക്കെയാണ്. പക്ഷെ ഉഖബയ്ക്ക് കുറച്ച് സ്നേഹം നബി തങ്ങളോട് തോന്നി. നമ്മളെ കൂട്ടുകാരിൽ ചിലർക്ക് നിസ്കരിക്കാൻ തോന്നി, പള്ളിയിൽ പോകാൻ തോന്നി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹിദായത്തിന്റെ ഒരു ചെറിയ കണിക നെഞ്ചിൽ വരാൻ തുടങ്ങി. എപ്പോഴും നബിയെ കുറിച്ച് പറയാൻ തുടങ്ങി, എപ്പോഴും ഓർക്കാൻ തുടങ്ങി. ആ മുഖം ഇങ്ങനെ മനസ്സിലെപ്പോഴും കൊണ്ടുവരും. താരാജാലം താഴെ വരുന്നൊരു തോഹനിലാവുളി, പാരാവാരം തേനൊഴുകുന്നൊരു സ്നേഹമുഖം തെളിയേ.
ആകാശലോകത്തിരുന്ന് നക്ഷത്രങ്ങൾ പോലും കാണാനിറങ്ങി വരുന്ന പ്രോജ്വല പ്രഭാമുഖമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഉഖബ ചിന്തിക്കാൻ തുടങ്ങി. നബി തങ്ങളെ കാണാൻ തുടങ്ങി, കയ്യിൽ തൊട്ട് നോക്കാൻ തുടങ്ങി, ആ പുഞ്ചിരി ദൂരെ നിന്നുകൊണ്ട് നോക്കാൻ തുടങ്ങി. ഒരിക്കല് ഉഖബ ചെന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ, എന്റെ വീട്ടിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വരുമോ നബിയേ? ഒരു ദിവസം എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുമോ നബിയെ? സന്തോഷത്തോടെ ക്ഷണിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഉഖബ ഭക്ഷണം തയ്യാറാക്കി ആ ഭക്ഷണത്തളികയുടെ മുമ്പിൽ ചെന്നിരുന്നിട്ട് കാരുണ്യത്തിന്റെ നിറനിലാവ് ഉഖബയോട് പറയുന്നു, മോനെ ഉഖബ, ഞാൻ ഭക്ഷണം കഴിക്കണമെന്ന് നീ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്? ആകാശത്തോളം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നബിയേ. എന്നാൽ അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ ഷഹാദത്ത് കലിമ പറയാൻ. നീ ഷഹാദത്ത് കലിമ പറഞ്ഞാൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഉഖബ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. മുത്തറസൂൽ ഭക്ഷണം കഴിച്ചു, പുറത്തിറങ്ങി. നാട് മുഴുവനും വാർത്ത പരന്നു, ഉഖബ മുസ്ലിമായി. ഉഖബ മുസ്ലിമായി. നബി തങ്ങളുടെ അരികിൽ വന്നു ഉഖബ മാപ്പ് പറഞ്ഞു, ഷഹാദത്ത് കലിമ പറഞ്ഞു. വാർത്ത മുഴുവനും വ്യാപിച്ചു, പറന്നു. കൂട്ടുകാരൻ ഉബയ്യിന് സഹിച്ചില്ല. ഒരുമിച്ച് കള്ളു കുടിക്കുന്നവരാണ്, ഒരുമിച്ച് പെണ്ണ് പിടിക്കുന്നവരാണ്, ഒരുമിച്ച് ലഹരിയിൽ ആറാടുന്നവരാണ്. സഹിച്ചില്ല. ഉബയ്യ് ഉഖബയോട് പറഞ്ഞു, നീ എന്ത് തോന്നിവാസമാണ് കാണിച്ചത്? കൂട്ടുകാർ ചോദിക്കും, നീ എന്തിനാണ് ആ പൊട്ടന്റെ വാത് വെക്കാൻ പോയത്? എന്ത് KMCC, എന്ത് ഇഫ്താർ? നിരീശ്വരവാദികളുടെ വലയിൽ കുടുങ്ങി നമ്മുടെ പാവങ്ങൾ പറഞ്ഞു പോകുന്ന ചില വാക്കാണ്. എന്ത് പട്ടിണി എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കൂലേ? അങ്ങനെ ഒരു കൂട്ടുകാരൻ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ മൊബൈൽ ഉണ്ടാവും, വാട്സപ്പിൽ ഉണ്ടാവും. അത് നിങ്ങളുടെ ഉബയ്യാണ്. നിങ്ങൾ ഉഖബയുമാകരുത്. അതാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിക്കണം. ഉഖബയോട് ഉബയ്യ് പറയുകയാണ്, നീ എന്തിനാണടാ മുഹമ്മദിന്റെ അരികിൽ പോയത്, ഷഹാദത്ത് കലിമ പറഞ്ഞത്? ആ സമയത്ത് ഉബയ്യ് പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഇസ്ലാം മതം സ്വീകരിച്ചതല്ല, വെറുതെ നാവുകൊണ്ടെന്ന് മുഹമ്മദിനെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാണ്. ആ സമയത്ത് ഉഖബ ഉബയ്യ് പറയുകയാണ്, ഉഖബ, നീ അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുമ്പോ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് നീ പരസ്യമായിട്ട് എന്തെങ്കിലും ഒരു തെമ്മാടിപ്പരം മുഹമ്മദിനോട് ചെയ്യേണ്ടി വരും അത്രേ. കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കാണ്, പരസ്യമായിട്ടൊരു തെമ്മാടിത്തരം നീ ചെയ്യേണ്ടി വരും. അങ്ങനെ ഉഖബ പറഞ്ഞ് നിർബന്ധിച്ച് ഉബയ്യിനെ കൊണ്ടുപോവുകയാണ്. ഉബയ്യ് പറഞ്ഞു കൊടുക്കുകയാണ്, ഉഖബ, ജനങ്ങളൊക്കെ നീ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അതുകൊണ്ടത് മാറ്റിയെടുക്കാൻ, ആ ചിന്ത മാറ്റാൻ കഅബാലയത്തിന്റെ മുറ്റത്ത് സുജൂദിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞു പുഴുത്തു നാറുന്ന കുടൽമാല നീ കൊണ്ടിടണം ഉഖബ. കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുമ്പോ, അതിന് ധൈര്യമായി കണ്ണു കൊടുക്കുമ്പോ, ലഹരി തലക്കി പിടിച്ചിട്ട് മക്കാ മണ്ണിന്റെ പവിത്രമായ കഅബാലയത്തിന്റെ പിരിമുറ്റത്ത് സുജൂദിൽ കിടക്കുന്ന പവിത്രമായ ആരംഭപ്പൂവിന്റെ ശിരസിലേക്ക് ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ട് ഉഖബ ഇട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉഖബ ഇട്ടുകൊടുക്കുകയാണ്. ആരാണ് കാരണക്കാരനായത്? ഒരു കൂട്ടുകാരനാണ്, ലഹരിയുടെ കൂട്ടുകാരനാണ്, വൃത്തികേടിന്റെ കൂട്ടുകാരനാണ്, ശിർക്കിന്റെ കൂട്ടുകാരനാണ്, കുഫറിന്റെ കൂട്ടുകാരനാണ്. ഹിദായത്തിന്റെ ഒരു പരിമളം തന്റെ മനസ്സിന്റെ അകത്തേക്ക് പടർന്നു വന്നപ്പോ അതിനെപ്പോലും പരിപൂർണമായി വലിച്ചെറിഞ്ഞിട്ട് കാബയുടെ ശാപം വാങ്ങാൻ, മുത്തുനബിയുടെ ശാപം വാങ്ങാൻ, അള്ളാന്റെ കോപം കിട്ടാൻ ആ ഉഖബയെ തയ്യാറാക്കിയത് കൂട്ടുകാരനാണ്. ആദ്യം നിങ്ങൾക്കൊരു സിഗരറ്റ് എന്നത് ഒരു കൂട്ടുകാരനല്ലേ? ഇന്ന് ചിലര് ഒന്ന് മുസാഫത്ത് ചെയ്തിട്ട് ഞാൻ കൈ മണപ്പ് ഞാൻ വിചാരിച്ചു, പടച്ചവനെ നോമ്പ് തുറന്നത് തന്നെ ഒരു സിഗരറ്റിലാണെന്ന് തോന്നിയാണ്. മുസാഫത്ത് ചെയ്യുമ്പോഴെങ്കിലും ഒരു മര്യാദ നിങ്ങൾ കാണിക്കണം. ദയവ് ചെയ്ത് പ്ലീസ്. ഞാൻ പ്രസംഗത്തിന് വരുമ്പോൾ അത്രയൊക്കെ പുരട്ടി അവളോടൊക്കെ തേച്ച് എല്ലാവരും മുസാഫത്ത് ചെയ്യുമ്പോൾ സുഗന്ധം അങ്ങോട്ടിട്ടെ എന്ന് പറഞ്ഞു വരും. ഇവിടെ വന്നിട്ട് സുഗന്ധം ഇങ്ങോട്ടാണ് തരുന്നത്. നോമ്പ് ഇപ്പൊ ഒരു സഹോദരൻ പറഞ്ഞത്, ഇന്നലെ ഇഫ്താറിന് ഒരു സഹോദരൻ പോയപ്പോ അദ്ദേഹം പറഞ്ഞത് വണ്ടി ബ്ലോക്കായി പോയി. അപ്പോ ഈത്തപ്പഴം കയ്യിലില്ല, ബാഗുളിയുടെ സമയപ്പോ സിഗരറ്റ് വിളിച്ചിട്ട് നോമ്പ് കുറിച്ചു. എന്തൊരു കഷ്ടമാണ്.
അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. തങ്ങന്മാരൊക്കെ വരുമ്പോൾ എന്നെ വിഷയമില്ല, നമ്മളിപ്പോൾ അങ്ങനെ പൊക്കോട്ടെ, ഞാനതൊക്കെ റെഡി ആയിക്കോളാം. പക്ഷെ തങ്ങന്മാരും ഉസ്താദന്മാരൊക്കെ വലിയ വലിയ മഹാന്മാരും ഉസ്താദന്മാരൊക്കെ വരുമ്പോൾ നമ്മൾ മുസാഫത്ത് ചെയ്യാൻ വേണ്ടി കൈ കൊടുക്കുമ്പോൾ ഒന്ന് നമ്മുടെ കയ്യിൽ സിഗരറ്റും പുകയിലയും ഒന്നും ഇല്ലാന്ന് എല്ലാവർക്കും ചിലപ്പോൾ അതിന്റെ ഗന്ധമൊന്നും ഇഷ്ടപ്പെടില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മര്യാദയും ഒരു അദബും കൂടിയാണെന്ന് സന്ദർഭം. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തു എന്നല്ല, അങ്ങനെ ചെയ്ത 1-2 പേരെങ്കിലും ഇടയിലുണ്ടാവും, അവരോട് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അത് ശ്രദ്ധിക്കണം. അത് വളരെ മോശമാണ്, വളരെ മോശമാണ്. ആദ്യമായിട്ടൊരു സിഗരറ്റ് തരുന്ന ഒരു കൂട്ടുകാരനായിരിക്കും. എവിടെ ഉണ്ടാവും ഒരു കൂട്ടുകാരൻ? മതിൽ ചാടിയാൽ ലൈറ്റ് അടിക്കാനും പട്ടി പറഞ്ഞാൽ നോക്കാൻ ഒരു കൂട്ടുകാരൻ. അളിയാ എന്തായി, ഞാൻ പുറത്തുണ്ട് ചോദിക്കാൻ ഒരു കൂട്ടുകാരനില്ലേ? ഒരു കന്നുകാലിയെ പോലെ ഒരു ശൈത്താന്റെ മോയി ആദ്യമായിട്ട് സിഗരറ്റ് മണ്ടേ കയറി, കുഴപ്പമില്ലടാ ചങ്കളിലെ ഞാൻ അടിച്ചു പുറത്ത് ഇങ്ങനെ അടിച്ചു കയറ്റി. അതുപോലെ ആദ്യമായിട്ട് ക്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തത് ഒരു കൂട്ടുകാരൻ. ഒക്കെ സ്ഥലത്തൊരു സാധനം ഉണ്ടാവും. അത് നിങ്ങളുടെ ഉബയ്യാണ്, നിങ്ങളെ ഉബയ്യാണത്. നിങ്ങളെ ഉക്കുവയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന